Basics of OT&DT, hygiene, sanitation, nutrition, and diet. Unit 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Question number 1, sanitation refers to hygienic environment, clean ആയിട്ടുള്ള environment മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് sanitation യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സാനിറ്റേഷൻ, എന്തിനാണ് സാനിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത്? ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനാണ്, ഡിസീസ് കുറയ്ക്കാൻ വേണ്ടിയാണ്, ഡിസീസ് സ്പ്രെഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. റെയിൻ വാട്ടർ ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ സോൾട്ടി ആൻഡ് ഡർട്ടി ആണ്? ആൻസർ ബി ആണ്, സോഫ്റ്റ് ആണ്. മിനറൽ കണ്ടന്റ് കുറവാണ്, കാണാതെ എവോപ്പറേറ്റ് ചെയ്ത് പോകുന്ന വെള്ളമാണ് വരുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, സോഫ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൗണ്ട് വാട്ടർ വെച്ചാൽ മണ്ണിൻ്റെ അടിയിലുള്ള, ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിന് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ വെള്ളം എടുക്കുന്നത്? സാധാരണ നമ്മൾ ബോർവെൽ വഴി എടുക്കാറുണ്ട്, അല്ലെങ്കിൽ കിണർ വഴി എടുക്കാറുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ്, ബോർവെൽ. ഗ്രൗണ്ട് വാട്ടർ കോണ്ടാമിനേഷൻ, എങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ കോണ്ടാമിനേഷൻ ആവുന്നത്? സാധാരണ സീവേജ് വഴി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചെയ്തിട്ട് വരുന്ന വേസ്റ്റ്, ആ പോകുന്ന വേസ്റ്റ് മണ്ണിൽ ഇറങ്ങി കഴിഞ്ഞാൽ മണ്ണിൽ കോണ്ടാമിനേഷൻ വരും, അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ കോണ്ടാമിനേറ്റ് ആവും. ആൻസർ ബി ആണ്. അപ്പോൾ ലീച്ചിങ് എന്ന് പറയുന്നത് മണ്ണിൻ്റെ അടിയിൽ ഇറങ്ങുന്നതിനാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. കോഗുലേഷൻ എന്തിനാണ് ചെയ്യുന്നത്? കോഗുലേഷൻ നമ്മൾ എന്തിനാണ്? വെള്ളത്തിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചില കെമിക്കൽസ് ആഡ് ചെയ്യും. ആ കെമിക്കൽസ് എന്നിട്ട് വെള്ളത്തിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അഴുക്കുകളെല്ലാം പിടിച്ചെടുക്കും. അപ്പോൾ ഫൈൻ പാർട്ടിക്കിൾസിനെ പിടിച്ചെടുക്കുന്നതിനാണ് നമ്മൾ കോഗുലേഷൻ മെത്തേഡ് പറയുന്നത്. അപ്പോൾ ഫൈൻ പാർട്ടിക്കിൾ എല്ലാം കൂടെ ഒന്നിച്ച് ക്ലംപ് ചെയ്ത് പോകും, അങ്ങനെ അതിനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ക്ലംപ്സ് ഇംപ്യൂരിറ്റീസ്. ആൻസർ ബി ആണ്, റിമൂവ്സ് ഫൈൻ പാർട്ടിക്കിൾസ്. അലം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അലം ഒരു കോഗുലൻ്റ് ആണ്. അലം യൂസ് ചെയ്യുമ്പം അത് ഈ പാർട്ടിക്കിൾസിനെല്ലാം ഒന്നിച്ച് പിടിച്ചെടുക്കും, അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആൻസർ ബി ആണ്, കോഗുലൻ്റ്. ഫ്ലോക്കുലേഷൻ മീൻസ് പാർട്ടിക്കിൾസ് എല്ലാം ഒന്നിച്ച് ചേരുന്നതിനാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, പാർട്ടിക്കിൾ അഗ്രിഗേഷൻ. കുറച്ച് വലിയ പാർട്ടിക്കിൾസ് ആയിരിക്കും ഇതിനകത്ത്, അപ്പോൾ ലാർജ് ഫ്ലോക്സ്, അങ്ങനെ ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയ അളവിൽ പറയുമ്പോൾ കോഗുലേഷൻ എന്ന് പറയും, വലിയ അളവിലാകുമ്പോൾ ഫ്ലോക്കുലേഷൻ എന്ന് പറയും. ആൻസർ ബി ആണ്. സെഡിമെൻറ്റേഷൻ റിമൂവ്. സെഡിമെൻറ്റേഷൻ എന്താണ്? ഗ്രാവിറ്റി വഴി ഈ ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് താഴേക്ക് സെറ്റിൽ ആവുന്നതിനാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. സ്ലോ സാൻഡ് ഫിൽട്ടർ, സാൻഡിനകത്തൂടെ വെള്ളം കടത്തിവിട്ടാൽ അത് സ്ലോ ആയിട്ട് പോകുമ്പോൾ ഒരു ബയോളജിക്കൽ ലെയർ അല്ലെങ്കിൽ അതിനകത്ത് ക്രിയേറ്റ് ആവുക എന്നുള്ളിൽ തന്നെ. അപ്പം ആ ബയോലെയറാണ് ഫിൽട്ടർ ചെയ്യുന്നത്, അപ്പോൾ ബയോളജിക്കൽ ആക്ഷനാണ്. അപ്പോൾ ആൻസർ ബി ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ വെച്ചാൽ ഫാസ്റ്റ് ഫിൽട്രേഷൻ, ഹൈ റേറ്റ് ഫിൽട്രേഷൻ ആണ്. പെട്ടെന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്ത് പോകുന്നതിനാണ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബയോളജിക്കൽ ലെയർ ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ ബി ആണ്. മെംബ്രെയിൻ ഫിൽട്രേഷൻ റിമൂവ്സ് മൈക്രോബ്സ്. മെംബ്രെയിൻ ആകുമ്പോൾ മെംബ്രെയിനിൻ്റെ ത്രൂ നമ്മൾ വെള്ളത്തിന് കടത്തിവിടുകയാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ കടത്തിവിടുന്നു. ആൻസർ ബി ആണ്, മൈക്രോബ്സ്. റിവേഴ്സ് ഓസ്മോസിസ് പ്രിൻസിപ്പിൾ ആണ്, ഹൈ പ്രഷർ ഫിൽട്രേഷൻ ആണ്. അപ്പം ആൻസർ ബി ആണ്, പ്രഷർ ഫിൽട്രേഷൻ. ഡീസാലിനേഷൻ റിമൂവ്, സലൈൻ അല്ലെങ്കിൽ അതിൻ്റെ സോൾട്ട് അതിൽ നിന്ന് മാറ്റിയതിനാണ് ഡീസാലിനേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. അപ്പോൾ സാധാരണ നമ്മൾ കടൽ വെള്ളത്തിന് കുടിവെള്ളമാക്കണമെങ്കിൽ അതിനകത്തുള്ള ഉപ്പെടുത്ത് മാറ്റണം, അപ്പോൾ അതിനാണ് ഡീസാലിനേഷൻ എന്ന് പറയുന്നത്. ക്ലോറിനേഷൻ പർപ്പസ്, ക്ലോറിനേഷൻ ചെയ്യുന്ന എന്തിനാണ്? ഡിസ്ഇൻഫെക്ട് ചെയ്യാനാണ്, പാത്തോജൻസിനെ കൊല്ലാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. UV ട്രീറ്റ്മെൻറ്റ് ഗിൽസ്, അൾട്രാവയലറ്റ് കൊണ്ട് മൈക്രോബ്സ് അല്ലെങ്കിൽ ബാക്ടീരിയ DNA ഡാമേജ് ചെയ്യും, അങ്ങനെ മൈക്രോബ്സിനെ നശിപ്പിക്കും. ആൻസർ ബി ആണ്. ഓസോണൈസേഷൻ, ഓസോൺ വെച്ചിട്ടും നമുക്ക് പല ഓർഗൻസും ഡാമേജ് ചെയ്യാൻ പറ്റും, അപ്പം മൈക്രോബ്സിനെ ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൻ്റ് ആണ്. ബയോ റെമിഡിയേഷൻ യൂസസ്, ബയോ റെമിഡിയേഷൻ എന്താണ്? നമ്മൾ വേസ്റ്റിനെയൊക്കെ നശിപ്പിക്കാനും അതിനെ ഇന്നെഫക്റ്റീവ് ആക്കാനും നമ്മൾ ബാക്ടീരിയ യൂസ് ചെയ്യാറുണ്ട്, മൈക്രോബ് യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റൊക്കെയാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മൈക്രോ ഓർഗാനിസം വെച്ചിട്ട് സീവേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സോയിലായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ തന്നെ കൺവേർട്ട് ചെയ്തെടുക്കും. അതിനാണ് ബയോ റെമിഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, മൈക്രോ ഓർഗാനിസംസ്.
സ്റ്റെറിലൈസേഷൻ മീൻസ് കംപ്ലീറ്റ് എല്ലാ ബാക്ടീരിയ സ്പോർട്സിനെ എല്ലാം നശിപ്പിക്കുന്നതിനാണ്, എല്ലാ ഓർഗാനിസത്തെ നശിപ്പിക്കുന്നതിനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, കംപ്ലീറ്റ് കില്ലാണ്. ഓട്ടോക്ലേവ് നമ്മൾ സ്റ്റെറിലൈസേഷൻ്റെ ഒരു മെത്തേഡാണ്. അതിനകത്ത് സ്റ്റീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മോയിസ്റ്റ് ഹീറ്റാണ്. ആൻസർ ബി ആണ്. ഡിസിൻഫെക്ഷൻ മീൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, പക്ഷേ ഒരുപാട് അണുക്കൾ നമ്മൾ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ്, റെഡ്യൂസസ് പാതകൾ. പക്ഷേ കംപ്ലീറ്റ് സ്പോർട്സ് ഒന്നും നശിച്ചു പോകുന്നില്ല. അപ്പോൾ ആൻസർ ബി ആണ്. പോസ്റ്ററൈസേഷൻ എന്താണ്? പോസ്റ്ററൈസേഷൻ ടെമ്പറേച്ചർ എത്രയാണ്? അതൊരു കൺട്രോൾഡ് ഹീറ്റ് വെച്ച് നമ്മൾ ഓർഗാനിസിനെ കൊല്ലുന്നതാണ് പോസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. അപ്പോൾ പോസ്റ്ററൈസേഷൻ പല ടൈപ്പ് ഉണ്ട്. ലോ ടെമ്പറേച്ചർ, ലോങ് ടൈം ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ, ഷോർട്ട് ടൈം ഉണ്ട്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ. 3 മെത്തേഡിൽ പോസ്റ്ററൈസേഷൻ. അപ്പോൾ ലോ ടെമ്പറേച്ചർ ലോങ് ടൈമിൽ 63 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 30 മിനിറ്റ്സ്. അപ്പോൾ അരമണിക്കൂർ നമ്മൾ ബോയിൽ ചെയ്യണം. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിവറേജസിനോ മിൽക്കിനൊക്കെയാണ് പോസ്റ്ററൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം അരമണിക്കൂർ 65 ഡിഗ്രിയിലാണെങ്കിൽ ലോ ടെമ്പറേച്ചർ ലോങ് ടൈമാണ്. നമുക്ക് സമയം കുറവാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം യൂസ് ചെയ്യും. 72 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 15 സെക്കൻഡ്സ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ്. നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നത് അതാണ്. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈമാണ്. പിന്നെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ 135 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 1 സെക്കൻഡിലേക്ക് ചൂടാക്കുന്നതിനാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് 3 യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈമാണ്, 72 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 15 സെക്കൻഡ്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന മിൽക്കിനും വേറെ ബിവറേജസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. റെഫ്രിജറേഷൻ എന്താ ചെയ്യുന്നത്? റെഫ്രിജറേഷൻ ചെയ്യുമ്പോൾ ഗ്രോത്ത് സ്ലോ ആവും. കുറേ നാൾ ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ബാക്ടീരിയയുടെ ഗ്രോത്ത് സ്ലോ ആവും. അപ്പോൾ ഫുഡ് പ്രിസർവ് ചെയ്യും. ആൻസർ ബി ആണ്. ഫ്രീസിങ് എഫക്റ്റ്. ഫ്രീസറിനകത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഗ്രോത്ത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവും. ബാക്ടീരിയയുടെ, വൈറസിൻ്റെ, ഫംഗസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവും. അപ്പോൾ കുറേ കാലം കൂടുതൽ നമുക്ക് അതിനെ സെർവ് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ബി ആണ്, പ്രിസർവേഷനാണ്. ഡെസിക്കേഷൻ മീൻസ് ഡ്രൈ ആണ്. നമ്മൾ പല ഫുഡ് ഐറ്റംസും നമ്മൾ ഡ്രൈ ആക്കി വെക്കുക. അപ്പം കുറേ നാൾ തന്നെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. വെള്ളം ഒട്ടും ഇല്ലാത്ത ഉണക്കിയെടുക്കുന്നതിന് ഡെസിക്കേഷൻ എന്ന് പറയുന്ന ആൻസർ ബി ആണ്. സോണിഫിക്കേഷൻ മീൻസ് അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സെൽസിനെ നശിപ്പിക്കുകയാണ്. അപ്പം അതിലും ഒരു ക്ലീനിങ് മെത്തേഡാണ്. ആൻസർ ബി ആണ്. HEPA ഫിൽറ്റർ മീൻസ് ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റർ. നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസിനെ വരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതിനാണ് HEPA ഫിൽറ്റർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ ബയോസേഫ്റ്റി ക്യാബിനറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് HEPA ഫിൽറ്ററാണ്. ആൻസർ ബി ആണ്. ബയോസേഫ്റ്റി ക്യാബിനറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പല സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും അതിനകത്ത് നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനും അങ്ങോട്ട് ഇൻഫെക്ഷൻസ് പോകാതിരിക്കാനും ആണ് യൂസ് ചെയ്യുന്നത്. പല മെറ്റീരിയൽസ് നമുക്ക് സേഫായിട്ട് വെക്കണമെങ്കിൽ നമ്മൾ സേഫായിരിക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന ക്യാബിനറ്റാണ് ബയോസേഫ്റ്റി ക്യാബിനറ്റ്. ഇപ്പം സാമ്പിളിനെയും യൂസറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും, എൻവോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ഒരു ബയോസേഫ്റ്റി ക്യാബിനറ്റിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. അതിനകത്ത് HEPA ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. ലാമിനാർ ഫ്ലോ ഉണ്ടാവും. ഫിൽറ്ററിങ്, ഔട്ട് ഗോയിങ് ഇൻകമിങ് എയറിനെ ഫിൽറ്റർ ചെയ്യുമ്പോൾ ആ സാമ്പിളും യൂസറും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്. എൻവോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, യൂസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, സാമ്പിളിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ETO സ്റ്റെറിലൈസേഷൻ, ഇഥിലീൻ ഓക്സൈഡ് ഗ്യാസ് വെച്ചിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന പല സാധനങ്ങളും നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് പല ട്യൂബ്സും പൈപ്സും ഒക്കെ നമുക്ക് ETO വഴി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനകത്ത് നമ്മൾ ഇഥിലീൻ ഓക്സൈഡ് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ബ്യൂട്ടാൽഡിഹൈഡ് ഒരു ലിക്വിഡാണ്, കെമിക്കലാണ്. അപ്പം ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ, പക്ഷേ ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. സാധാരണ നമ്മൾ ട്യൂബ്സ്, സ്കോപ്സോ എൻഡോസ്കോപ്സ് ഒക്കെ സാധാരണ ബ്യൂട്ടാൽഡിഹൈഡിൽ നമ്മൾ മുക്കി വയ്ക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ക്ലീൻ ആവും. അപ്പോൾ അതിന് നമുക്ക് ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഡാമേജ് ആവും. അപ്പോൾ ലിക്വിഡിൽ മുക്കിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ആൻസർ ബി ആണ്. സേഫ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ സേഫായിട്ട് സ്റ്റോർ ചെയ്താൽ അതിനെ കവർ ചെയ്ത് വയ്ക്കുന്നു, അതിൻ്റെ കോണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. ആൻസർ ബി ആണ്. കോളറ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു? വെള്ളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ടൈഫോയിഡ് വെള്ളത്തിൽ ഇൻഫെക്ഷൻ വരും. നമ്മൾ ഹ്യൂമൻ വേസ്റ്റിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നിട്ട് ഫീക്കൽ വാട്ടർ വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. ആൻസർ ബി ആണ്.
സ്പ്രേ ഡിസിൻഫെക്ഷൻ, നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ സർഫസ് മാത്രമേ കവർ ചെയ്യുള്ളൂ. അപ്പോൾ സർഫസ് ക്ലീനിങ് ആണ് നമ്മൾ സ്പ്രേ യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. വാട്ടർ സപ്ലൈ എൻഷുവേഴ്സ്, വാട്ടർ സപ്ലൈ സേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ടെങ്കിൽ സേഫായിട്ട് നമുക്ക് ഡെലിവറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻസർ ബി ആണ്. സെഡിമേഷൻ ടാങ്കിൽ എന്താ ചെയ്യുന്നത്? സെഡിമേഷൻ ടാങ്കിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ്, ഹെവി ആയിട്ടുള്ള വേസ്റ്റെല്ലാം താഴേക്ക് വരും. അപ്പോൾ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നു. ആൻസർ ബി ആണ്. ആക്ടിവേറ്റഡ് കാർബൺ എന്ന് വെച്ചാൽ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓർഡർ അല്ലെങ്കിൽ സ്മെല്ല്, ചീത്ത സ്മെല്ലെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഫ്ലൂയിഡൊക്കെ ക്ലീൻ ചെയ്യാൻ, വെള്ളം ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അതിനകത്ത് അഡ്സോർപ്ഷൻ നടക്കുന്നത്. മീൻസ് അതിൻ്റെ സർഫേസിൽ മാത്രമേ അത് പിടിക്കുകയുള്ളൂ, ഉള്ളിലേക്ക് പിടിക്കില്ല. അപ്പോൾ അതിന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. ആൻസർ ബി ആണ്. ഹാർഡ് വാട്ടറിനകത്ത് എന്താ ഉള്ളത്? കാൽഷ്യം, മാഗ്നീഷ്യം, സോൾട്ട് ഉള്ളത്. ആൻസർ ബി ആണ്. അപ്പോൾ അതിനകത്ത് മിനറൽസ് ഉണ്ട്. സോഫ്റ്റ് വാട്ടറിനകത്ത് മിനറൽസ് ഇല്ല, കാൽഷ്യം, മാഗ്നീഷ്യം ഒന്നും ഇല്ല. അപ്പോൾ ആൻസർ എ ആണ്, മിനറൽസ്. സീവേജ് ട്രീറ്റ്മെൻറ്റ് റിമൂവ്സ്. സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്താ റിമൂവ് ചെയ്യുന്നത്? വെള്ളത്തിന്, സീവേജിൻ്റെ ക്ലീൻ ചെയ്ത് വെള്ളത്തിന് ക്ലിയർ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ആൻസർ ബി ആണ്, വേസ്റ്റ്. ഡ്രെയിനേജ് സിസ്റ്റം പ്രിവെൻസ്. ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കത്തില്ല. വെള്ളം കെട്ടിക്കിടന്ന പല അസുഖങ്ങളും ഉണ്ടാവും. മോസ്കിറ്റോസ് ഒക്കെ ബ്രീഡ് ചെയ്യും. അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ വെള്ളം ഒഴിച്ച് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ആൻസർ ബി ആണ്, വാട്ടർ സ്റ്റാഗ്നേഷൻ. മോസ്കിറ്റോ ബ്രീഡിംഗ് ഒക്കേഴ്സ് ഇൻ. മോസ്കിറ്റോ ബ്രീഡിംഗ് എപ്പോഴാണ് നടക്കുന്നത്? വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ. ആൻസർ ബി ആണ്. വേസ്റ്റ് സെഗ്രിഗേഷൻ ഹെൽപ്സ്. വേസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വേസ്റ്റിനെ പല ഗ്രൂപ്പിൽ മാറ്റിക്കഴിഞ്ഞാൽ ചിലത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പം ആൻസർ ബി ആണ്. പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് മീൻസ് സോളിഡ് വേസ്റ്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. അപ്പം കൺട്രോൾഡ് ഹാൻഡ്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യും. വേറെ സോയിലിലോ വാട്ടറിലോ ഒക്കെ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ബി ആണ്. ഹോസ്പിറ്റൽ സാനിറ്റേഷൻ പ്രിവെൻറ്റ്സ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. HAIs ആണ്. വാട്ടർ ടാങ്ക് ക്ലീനിങ് പ്രിവെൻറ്റ്സ് കണ്ടാമിനേഷൻ. വെള്ളത്തിന് ക്ലീൻ ചെയ്യുന്നത് വെള്ളത്തിനകത്തുള്ള അണുക്കളൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ആൻസർ ബി ആണ്, കണ്ടാമിനേഷൻ. വെക്ടർ കൺട്രോൾ. വെക്ടർ എന്ന് വെച്ചാൽ അസുഖം പകർത്തുന്ന ഒരു ലിവിങ് ഓർഗൻസ് ആണ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കോമൺ എക്സാമ്പിൾ മലേറിയയാണ്. അതിൽ വെക്ടർ എന്ന് പറയുന്നത് മോസ്കിറ്റോ ആണ്. അപ്പോൾ മോസ്കിറ്റോ കൺട്രോൾ ചെയ്ത് നമുക്ക് മലേറിയ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻസർ എ ആണ്. ബോയിലിംഗ് വാട്ടർ കിൽസ് മൈക്രോബ്സ്. വെള്ളം തിളപ്പിക്കുമ്പോൾ മൈക്രോബ്സ് നശിക്കുന്നു. ആൻസർ ബി ആണ്. ഫൈനൽ എയിം വാട്ടർ ട്രീറ്റ്മെൻറ്റ്. വെള്ളത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫൈനൽ എയിം എന്താണ്? സേഫ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പോർട്ടബിൾ വാട്ടർ പ്രൊവൈഡ് ചെയ്യുക. ആൻസർ ബി ആണ്. എസ് എ ക്വസ്റ്റ്യൻസ് നോക്കുക. എസ് എ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് അത് ആൻസേഴ്സ് റിവൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.